ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ ടെലിഫോൺ ലൈനിൽ CPIM നേതാവ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ കേസിന് നിയമപരവും രാഷ്ട്രീയവുമായ മാനങ്ങളുള്ളതാണ്. അതിലാണിപ്പോൾ ഹൈക്കോടതി സർക്കാരിൻ്റെ പോലീസിൻ്റെ വാദം കോടതി മുമ്പാകെ അവതരിപ്പിച്ചത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന നില വന്നു. മാത്രമല്ല, കണ്ണൂർ DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം എന്ന് പറയുമ്പോൾ ഈ വാദം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് അറിയിച്ചതാണ്. ഇത് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു, മേൽനോട്ടം എന്നുള്ളത് DIGക്കാണ് നിലവിൽ തന്നെ. അപ്പോൾ അതടക്കം ശരിവെച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു ഉത്തരവിറക്കുമ്പോൾ, വിധി പറയുമ്പോൾ അത് സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് പലവിധ രാഷ്ട്രീയ വിവാദങ്ങളുള്ളതുകൊണ്ട് തന്നെ വലിയ വിശ്വാസ്യതയും നേട്ടവും ആശ്വാസവുമാകുന്ന ഉത്തരവാണോ, വിധിയാണോ ഇത്? തീർച്ചയായും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല കൊടുത്ത് സമയബന്ധിതമായി ആ അന്വേഷണത്തിന്റെ ഓരോ പ്രോസസ്സും കോടതിയെ അറിയിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ആയിരുന്നു. അതിൽ പ്രതികളെ സെഷൻസ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം കൃത്യമായി കോടതിയുടെ സർവൈലൻസിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ അതിലൊരു ഘട്ടം വരെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും ഇതിന്റെ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നില്ല, മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. UDF അടക്കം വലിയ തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും എല്ലാവരും ഈ കേസിലെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതും പോലീസിന്റെ ഓരോ പ്രോസസ്സും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും മനസ്സിലാക്കിയതാണ്. എന്നാൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് കൊലപാതകമാണെന്നും അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബന്ധുക്കൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഒരു കേസ് CBI ഏൽപ്പിക്കുന്നതിന് കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ് ആക്ട് പ്രകാരമാണ് CBI എൻക്വയറി. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ റഫറൻസും മറ്റു കാര്യങ്ങളും എല്ലാം വേണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിരവധി കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്റ്റ് കേസാണോ കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു കുറവ്, ഒരു ലാക്കുണ ഉണ്ടായിട്ടുണ്ടോ, ഒരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടോ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് മറ്റൊരു ഏജൻസിയെ തേടി പോകേണ്ട സാഹചര്യം. പക്ഷേ ഇതിൽ കേസ് ഡയറി കൃത്യമായി ഹൈക്കോടതി പരിശോധിച്ച് ഇതിന്റെ ആദ്യഘട്ടം മുതൽ വളരെ ശക്തമായി വ്യക്തമായ രൂപത്തിലാണ് നിയമപരമായിട്ടാണ് അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ല. അതുപോലെ ഒരു ഘട്ടത്തിൽ പോലും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശങ്കയും രേഖപ്പെടുത്താതെ അവസാനം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു സാഹചര്യമാണ് കോടതി പരിശോധിച്ചത്. അപ്പൊ നിയമപരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൽ ഒരു കുറവും ഇതുവരെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് എന്ന് പറയുമ്പോൾ അത് സാധൂകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ കണികയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ, പ്രതിപട്ടികയിൽ ഇന്ന കാരണത്താലാണ് ഒരു കൊലപാതകം, അത്തരത്തിൽ ഒരു മോട്ടീവോ അല്ലെങ്കിൽ ഒരു ഇന്റൻഷനോ ഒന്നും പ്രൂവ് ചെയ്യപ്പെടാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് ഇതൊരു കൊലപാതകമാണ്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന രൂപത്തിലുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു ആരോപണമാണ് വന്നത്. അത് കോടതി നിയമപരമായി പരിശോധിച്ചു, കേസ് ഡയറി സസൂക്ഷ്മം പരിശോധിച്ചു, ഇരുഭാഗത്തിന്റെയും വാദം വിശദമായി കേട്ടു. അതിനുശേഷം വിധി പറയാൻ മാറ്റി. ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നു. നിലവിലെ അന്വേഷണം തുടരുക, അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടം തുടരുക, സമയബന്ധിതമായിട്ട് കുറ്റപത്രം കൊടുക്കുക, അത്തരത്തിലാണ്. ഏതായാലും പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്ന കുറ്റമറ്റ അന്വേഷണത്തിനുള്ള ഒരു അംഗീകാരം കൂടിയിട്ടാണ് ഈ കോടതി. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അരുണിന്റെ ഓർമ്മയിലേക്ക്. അരുൺ, ഈ വിഷയമൊക്കെ വരുന്ന സമയത്ത് CPIM-നെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത വക്താക്കളിൽ ഒരാളാണല്ലോ. നിങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ, നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പറയിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും വിധം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മാധ്യമ വിവാദ പരിസരം ഉണ്ടായിരുന്നു, ഒരു കാലമുണ്ടായിരുന്നു. അതിനെ ആ വിധം ഏറ്റെടുത്ത പ്രതിപക്ഷമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തു വന്നാലും മുഖ്യമന്ത്രിയെയും PCCയെയും പറയും എന്ന നിലയിൽ ഇതിലും വർത്തമാനം പറഞ്ഞു നിന്ന PV അൻവർ MLA ഉണ്ടായിരുന്നു. അൻവർ ഇപ്പോൾ മറ്റൊരു കേസിൽ നിയമപരമായി പോലീസ് നീങ്ങി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തവനൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായി ഇതിനെ കൊണ്ടാടിയൊരു കാലം നിങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നതും നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാതിരുന്നതും ഈ കോടതി വിധിയിലൂടെ അവരുടെ അടക്കം കണ്ണു തുറപ്പിക്കുന്നതാണോ? എന്തു പറയും അത്തരമൊരു രാഷ്ട്രീയ കാലത്തെ ഓർത്തെടുത്താൽ അരുൺകുമാർ? അത്തരത്തിലുള്ള സാഹചര്യത്തെ ഒഴിവാക്കേണ്ടതാണ് എന്നത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ കേസ് ഉണ്ടായതിനു ശേഷം ഇവിടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് സമാനതകളില്ലാത്ത ആക്രമണമാണ് നടന്നത്. ഇപ്പോ ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായി, അതിന്റെ കാരണം കണ്ടെത്തണം. ആരെങ്കിലും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണം, നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ സർക്കാരിനെയും പ്രതി ചേർക്കുന്ന തരത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം ഒരു മാനദണ്ഡവുമില്ലാതെ
പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും വളച്ചൊടിച്ച് നടത്തിയതാണ് നാം കണ്ടത്. പ്രതിയെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയി. അതിന്റെ ഓരോ ഘട്ടവും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പൊ അതിനുശേഷമല്ലേ വയനാട്ടിൽ DCCയുടെ ട്രഷററും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായി. അതും ഒരു ആത്മഹത്യയാണല്ലോ. ആ ആത്മഹത്യക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടല്ലോ. ആ കാരണങ്ങൾ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു MLA അടക്കം പ്രതിപ്പട്ടിയിലുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് ഏതൊക്കെ ചർച്ച ചെയ്യണം, ഏതൊക്കെ ചർച്ച ചെയ്യണ്ട, ഏതൊക്കെ പൊലിപ്പിക്കണം, ഏതൊക്കെ പർവ്വതീകരിക്കണം, അത് ആഴ്ചകൾ മാസങ്ങളോളം ലൈവായി നിൽക്കണം, ബ്രേക്കിംഗ് ന്യൂസുകളാക്കി മാറ്റണം, ചാനൽ ചർച്ചകളിൽ പൊലിപ്പിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ അജണ്ടയോടെ സമാനതകളില്ലാത്ത ആക്രമണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ നടക്കുകയാണ്. ആ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഈ അവസരത്തെ നന്നായി പ്രയോജനപ്പെടുത്തി. ഏതായാലും ഇന്ന് കോടതി വിധിയുടെ ഭാഗമായി ഏറ്റവും കൃത്യമായിട്ടുള്ള സത്യസന്ധമായ നിയമപരമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് ആ അന്വേഷണ ഏജൻസിക്ക് തന്നെ തുടരാം. മറ്റൊരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ല. അതൊരു കൊലപാതകമല്ല, ഇത് ഒരു ആത്മഹത്യ തന്നെയാണ്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ നിയമപരമായിട്ട് കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടട്ടെ. അത്തരത്തിലൊരു വിധി വന്നത് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം നടത്തുന്നവർക്കുള്ള നല്ലൊരു അടിയാണ്. അത് പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങളുടെയും വായടുപ്പിക്കുന്ന തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റിലെ ഓരോ ഖണ്ഡികകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗവൺമെന്റിന് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണിത്. കോടതിയിലേക്കൊക്കെ പോകുന്ന തിരക്കിലാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് ഇത് ഒരു വിഷയമായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയ ആ ഒരു കാലം എന്ന് പറയുന്നത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലമായിരുന്നു. മറുഭാഗത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പ്രതിസ്ഥാനത്ത് വന്നതോടുകൂടി സ്വാഭാവികമായി CPIM-ഉം സർക്കാരും പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് അട്ടിമറിക്കുന്നു എന്നൊരു വലിയ പ്രചാരണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു ഹർജിയും വന്നിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട എന്ന നിലയിൽ ഇത്തരം ഒരു വലിയ പ്രചാരണം മുന്നോട്ട് വരുമ്പോൾ പൊതുസമൂഹത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, പല സംശയങ്ങളും വരാം, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണാപിശക് ഉണ്ടാകാം, എന്തുമാവട്ടെ. പക്ഷേ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് നമ്മുടെ നാടിനോട് ഇതിലൊരു ക്ലാരിറ്റി വരുത്തുമ്പോൾ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സമൂഹം അതിൻ്റെ ഒരു വിശ്വാസ്യതയിലേക്ക്, സർക്കാരിൻ്റെയും പോലീസിൻ്റെയും വിശ്വാസ്യത ഏറും വിധത്തിലേക്ക് പൊതുസമൂഹത്തെ കാര്യമായി സ്വാധീനിക്കും വിധമുള്ള ഒരു ശരിയായ ഇടപെടൽ അത് സംഭവിച്ചു എന്നാണോ അരുൺ കരുതുന്നത്? ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ത്തോളം ചില ആശങ്കകളും ഒരു അറിയാനുള്ള ആഗ്രഹവും എല്ലാം ഉണ്ടാകും. പക്ഷെ അവരുടെ വീട്ടിലുള്ള ഒരാളെയാണ് നഷ്ടപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നല്ല രീതിയിൽ പോകുമ്പോഴും മാധ്യമങ്ങളും അതുപോലെ വലതുപക്ഷവും നടത്തിയ ഇടപെടൽ ഇത് വലിയ ഒരു കൊലപാതകമാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമമാണ്. ഏതായാലും കോടതി അതിന്റെ വാദം വളരെ സൂക്ഷ്മമായി പ്രതിപക്ഷ പെറ്റീഷണറുടെ വാദവും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ വാദവും കേട്ടു. കോടതി വാദത്തിന്റെ മധ്യേ പല ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ വരെ പർവ്വതീകരിച്ചിട്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള വാർത്തയാക്കാനുള്ള വലിയ ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റ് ആണ്, അത് തന്നെ തുടർന്ന് പോകട്ടെ, അതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടം ഇപ്പോൾ വഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞതിലൂടെ ഇതുവരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ എല്ലാ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്കും കൃത്യമായി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ ഒരു അജണ്ട കഴിഞ്ഞ് അടുത്ത അജണ്ടയിലേക്ക് പോകും. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒരു അജണ്ട കൂടി ഇല്ലാണ്ടായി എന്നാണോ? അതെ, കൃത്യമാണ്, അത് വ്യക്തമാണ്. അതായത് ഒരജണ്ട കഴിഞ്ഞാൽ അടുത്ത അജണ്ടയിലേക്കും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെക്കുറിച്ചും പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും പ്രത്യേക അജണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനും അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ്. ഇപ്പോ നമ്മളെല്ലാം വേദനിച്ച, അല്ലെങ്കിൽ നമുക്കെല്ലാം ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന് നമ്മളെല്ലാം കരുതിയ ഒരു സംഭവം തന്നെ. പക്ഷെ ആ സംഭവം ഉണ്ടാകുമ്പോൾ വരുന്ന വാർത്ത മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും മറ്റുമാണ്. ഇപ്പോ തൊട്ടടുത്ത് ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായം വന്നതിന് ശേഷം നടത്തുന്ന പ്രചരണവും രാഷ്ട്രീയ കൊലപാതകം എല്ലാം ഇടതുപക്ഷമാണ് അതിന്റെ പിന്നിൽ എന്ന് ഇപ്പൊ 2019 ശേഷം നിരവധി CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുമ്പോഴും ഒരു റിട്ടാലിയേഷൻ പോലും ഉണ്ടായിട്ടില്ലെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്ന് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം സൂചിപ്പിച്ചതും അത് കൃത്യമായി പാലിച്ചു പോകുന്ന പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ വിവിധ കോണുകളിൽ നിന്ന് CPM-നെയും പ്രത്യേകിച്ച് ഗവൺമെന്റിനെയും എല്ലാം ആവർത്തിക്കാൻ വേണ്ടി കള്ള വാർത്തകളും വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു സ്റ്റോപ്പ്, ഒരു അവസാനം ഇന്ന് ഈ കോടതി വിധിയുടെ ഭാഗമായിട്ട്
ഉണ്ടായിട്ടുണ്ടാകും. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയി അരുൺ അത് പറയുമ്പോൾ നേരത്തെ അരുൺ പറഞ്ഞൊരു കാര്യമുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സർക്കാരിനെ ആവട്ടെ പോലീസിനെ ആകട്ടെ പൊതുസമൂഹത്തിനിടയിൽ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലേക്ക് പ്രവർത്തിക്കുക, പെരുമാറുക, അതിനു വേണ്ടിയിട്ട് അധിക സമയം പണിയെടുക്കുക, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ടയാളായി കുറേ നാളുകളായിട്ടുള്ളത് PV അൻവർ എന്ന MLA കൂടിയാണ്. MLA ഇന്നിപ്പോൾ റിമാൻഡിലായി ജയിലിൽ കിടക്കുകയാണ്. അതുതന്നെയും ഒരു CPIM പകപോക്കുന്നു, സർക്കാർ പകപോക്കുന്നു. അൻവറാകട്ടെ ഏത് വിഷയവും ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ കടന്നുപോയാൽ എന്തും എവിടെ സംഭവിച്ചാലും അൻവർ എന്താണ് പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ ഭാഗമായ പകപോക്കലാണ് നടക്കുന്നത് എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ദിവസത്തിൽ, സമയത്ത് ഹൈക്കോടതി തന്നെ കേരള പോലീസിനെ സംബന്ധിച്ചൊരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. അന്വേഷണത്തിൽ, പ്രമാദമായ അന്വേഷണത്തിൽ, വലിയ വിവാദം നിറഞ്ഞൊരു അന്വേഷണത്തിൽ നടപടികൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് CBI വേണ്ടതില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അൻവർ കേസിൽ അടക്കം ഇപ്പോൾ ബിൽഡപ്പ് വരുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അതിനെ അടക്കം ഇല്ലാതാക്കാൻ പോരുന്നതാണോ അരുൺ? അതെ, തീർച്ചയായും. കാരണം ഇന്നലെ ഇപ്പൊ അവധി ദിവസമായിരുന്നു, ഞായറാഴ്ചയാണ്. അവിടെ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട പ്രദേശത്തല്ല ഇന്നലെ ആക്രമണം നടന്നത്. അവധി ദിവസം അടച്ചിട്ട ഓഫീസ് തല്ലി തകർത്ത് ഗേറ്റും അതിന്റെ ഡോറും തകർത്ത് ഓഫീസിന്റെ ഉള്ളിലെ സാമഗ്രികൾ തകർക്കുന്നു. അത് തടയാൻ വന്ന ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു, അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നു. എന്നിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഭരണകൂട ഭീകരതയാണെന്ന് പറയുന്നു. അപ്പം വിവിധങ്ങളായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളും അതിന്റെ പോലീസ് നടപടിയെല്ലാം നേരിടാൻ തയ്യാറാകണമല്ലോ. അപ്പോൾ പോലീസ് അതിന്റെ ഇത്രയും ഒരു DF ഓഫീസ് തകർത്തിട്ട് അതിലെ പ്രതികളെ പിടിക്കാതിരുന്നാൽ അത് വലിയ ആക്ഷേപവും ആരോപണവും വരും. അപ്പോൾ നിയമപരമായി പോലീസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അത് ഭരണകൂട ഭീകരതയാണെന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ അൻവർ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും രംഗത്ത് വരുന്നു. ഏറ്റവും ആദ്യം അതിനോട് പ്രതികരിച്ചത് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരാണ്. അപ്പൊ എങ്ങോട്ടാണ് ശ്രീ അൻവർ പോകുന്നതെന്നും അതിന് ആരൊക്കെയാണ് ഇത്തരം പ്രവർത്തിക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ജാഥയെല്ലാം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട വരുന്ന സാഹചര്യം ഉണ്ടായതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പോലീസ് സംവിധാനത്തെയും ഗവൺമെന്റിനെയും ആക്ഷേപിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇന്നത്തെ കോടതി. അരുണിനെ ചാനൽ ചർച്ചയ്ക്ക്, രാത്രിയിലത്തെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇന്നത്തെ ഒരു വിഷയം അൻവർ ആയിരിക്കുമോ അതോ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ ഹൈക്കോടതി വിധിയാകുമോ പൊതുവിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക? താങ്കളുടെ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് ഏത് വിഷയത്തിനാവും ഇന്ന് വിളിവരാൻ സാധ്യതയുള്ളത്? ഇന്ന് രണ്ട് പ്രാധാന്യമുള്ള വിഷയമാണ്. പക്ഷെ പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ കേസിൽ ഇത്തരത്തിൽ ഒരു വിധി ഈ നുണപ്രചരണവും ദുരാരോപണവും നടത്തുന്നവർക്ക് തിരിച്ചടിയാണ് എന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ സാധ്യതയില്ല. ഭൂരിഭാഗം മാധ്യമങ്ങളും ഇന്ന് PV അൻവറിന്റെ വിഷയം തന്നെയാണ്. ആ ചർച്ച, ആ വിഷയം നിങ്ങളായിട്ട് എടുത്തിടേണ്ടതായിട്ടും വന്നേക്കാം.